ബജാജ് ഓട്ടോ, TCS, സൺഫാർമ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ വമ്പൻ പേരുകളാണ് ഇവയെല്ലാം. എന്നാലും ക്വാളിറ്റി, വെൽത്ത് ക്രിയേഷൻ, ലോങ് ടൈം സ്റ്റെബിലിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരുകളാണ് ഈ സ്റ്റോക്കുകൾ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ പോപ്പുലർ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ ഇപ്പോൾ നിങ്ങൾ വാങ്ങാൻ പാടുള്ളതല്ല. അതായത് 2026 പകുതിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു തെറ്റായ ഡിസിഷൻ ആയിരിക്കും ഈ സ്റ്റോക്കുകൾ ഇപ്പോൾ വാങ്ങുന്നത്. ഈ ഒരു അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാം. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, മറ്റെന്ത് വഴികളാണുള്ളത്. തീർച്ചയായിട്ടും ഇവയെല്ലാം ഒരു സേഫ് ബെറ്റ് ആണ് എന്ന് നമുക്ക് തോന്നാനുള്ള കാരണങ്ങൾ പലതാണ്. പല ഇൻവെസ്റ്റേഴ്സും കാണാതെ പോകുന്ന പല റിസ്കുകളെയും നമ്മൾ ഇവിടെ വെളിവാക്കുകയാണ്. ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ടുള്ള ഡിസ്കഷനിലൂടെ ഈ ഒരു സ്റ്റോക്കുകളുടെ പ്രോബ്ലംസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ മറ്റെവിടെയെങ്കിലും തൽക്കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ അനാലിസിസിൽ വെളിവാകുന്ന പല ഇൻഫോർമേഷനും സ്റ്റോക്കിന് ഒരു ഹെഡ്വിൻഡും വാർണിംഗ് സൈനുമാണ്. ഇത്തരത്തിലൊരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു കാരണവശാലും നമ്മൾ ഈ സ്റ്റോക്കുകൾ വാങ്ങാൻ പാടില്ല. കൂടെ ഉണ്ടാവുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. കമ്പനികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. 2026 ജൂലൈയിലെ മാർക്കറ്റ് കുറച്ച് ട്രിക്കിയാണ്. നമ്മളിപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ സെലക്റ്റീവ് ആകുന്നതാണ് ഒരു നല്ല സ്ട്രാറ്റജി. തീർച്ചയായിട്ടും അതൊരു സ്ട്രാറ്റജി മാത്രമല്ല, സർവൈവലിന് അത്യന്താപേക്ഷിതമാണ്. മാർക്കറ്റ് ഒന്നടങ്കം റാലി ചെയ്ത് എളുപ്പത്തിൽ പണമുണ്ടാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായിട്ട് സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ബെസ്റ്റ് സ്റ്റോക്ക് പിക്കേഴ്സ് ആരാണ്, അവരുടെ സെലക്ഷൻ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വളർത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. വലിയ വലിയ സ്റ്റോക്കുകളുടെ പേരുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് വളരെ നോർമലാണ്. അവ എപ്പോഴും ഒരു സേഫ് ഹാർബർ ആണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഏറ്റവും വലിയ ഷിപ്പുകൾ പോലും ദിശ തെറ്റി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഗ്രേറ്റ് കമ്പനി എന്ന ആശയത്തെയും ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ഗ്രേറ്റ് സ്റ്റോക്ക് എന്ന ആശയത്തെയും നമ്മൾ വേർതിരിച്ച് കാണേണ്ട സമയമായി എന്നാണ് പറഞ്ഞു വരുന്നത്. നല്ല കമ്പനി തെറ്റായ വിലയിലോ അല്ലെങ്കിൽ തെറ്റായ സമയത്തോ വാങ്ങിയാൽ മോശം ഇൻവെസ്റ്റ്മെന്റ് ആയി മാറിയേക്കാം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന 3 സ്റ്റോക്കുകളിലും ഏതൊരു ഇൻവെസ്റ്ററെയും ഒന്ന് ചിന്തിപ്പിക്കേണ്ട ചില ഡേറ്റകളും. ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് സ്മാർട്ടായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. വ്യക്തമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റിന് വേണ്ടി കാത്തിരിക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ലക്ഷ്യം. ആ ഒരു ചിന്തയോടെ നമുക്ക് 2 വീലർ ഇൻഡസ്ട്രിയിലെ ഒരു വമ്പനെ വെച്ച് തന്നെ തുടങ്ങാം. ബജാജ് ഓട്ടോ, ദ സ്റ്റോറി ഓഫ് സ്ട്രെച്ച്ഡ് വാല്യുവേഷൻ. ഇതൊരു ഫാന്റാസ്റ്റിക് കമ്പനിയാണ്. പൾസർ, ചേതക് പോലെയുള്ള ഐക്കോണിക് ബ്രാൻഡുകളുള്ള എല്ലാവർക്കും അറിയാവുന്ന പേരാണ് ബജാജ് ഓട്ടോ. മികച്ച എഞ്ചിനീയറിംഗിന്റെ ചരിത്രവും ഇന്ത്യയിലും വിദേശത്തും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള കമ്പനിയാണ്. പതിറ്റാണ്ടുകളായിട്ട് യഥാർത്ഥ വെൽത്ത് ക്രിയേറ്ററുമായിരുന്നു. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്കാണ്. മുമ്പ് വലിയ പെർഫോമർ ആയിരുന്ന ഒരു സ്റ്റോക്കിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ എന്റെ അനാലിസിസ് പ്രകാരം ബജാജ് ഓട്ടോയ്ക്ക് 2 റെഡ് ഫ്ലാഗുകൾ. ഒന്ന്, അതിന്റെ ഡിമാൻഡിംഗ് വാല്യുവേഷൻ. 2, ഇപ്പോഴും പൂർണ്ണമായിട്ട് വെളിവാക്കാത്ത ഇലക്ട്രിക് വെഹിക്കിൾ ട്രാൻസിഷന്റെ വലിയ റിസ്ക്. നമുക്ക് ഫണ്ടമെന്റൽസിലേക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. വളരെ ന്യായമായ വിലയ്ക്ക് ക്വാളിറ്റി ഉള്ളത് വാങ്ങുക എന്നതാണ് ഇൻവെസ്റ്റിംഗിലെ ഒരു പ്രധാന റൂള്. 2026 ജൂണിലെ ആ ഒരു ഡേറ്റ പ്രകാരം ബജാജ് ഓട്ടോയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഏകദേശം 26.2 ആണ്. 2024 34 കൂടുതൽ ഉണ്ടായിരുന്ന പീക്കിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ 10 വർഷത്തെ ഹിസ്റ്റോറിക്കൽ ആവറേജ് PE ആയിട്ടുള്ള 21 വളരെ മുകളിലാണ്. അപ്പൊ നിങ്ങൾ ഒരു വലിയ വില കൊടുത്ത് അല്ലെങ്കിൽ ഒരു പ്രീമിയം വില കൊടുത്ത് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അത്തരത്തിലൊരു വളർച്ച ആ സ്റ്റോക്കിൽ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ നൽകിയ ആ ഒരു പ്രീമിയം തീർച്ചയായിട്ടും ഇല്ലാതാകും. കുറച്ചു കാലമായിട്ട് സ്റ്റോക്കിന്റെ വില അതിന്റെ യഥാർത്ഥ ഏർണിംഗ് ഗ്രോത്തിനേക്കാൾ മുന്നിലാണ് എന്ന് തോന്നുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിരിക്കാം എന്നതിന്റെ ഒരു ക്ലാസിക് ഇൻഫോർമേഷൻ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ, ഒരുപക്ഷെ അതിലും വലിയ റിസ്ക് ഇലക്ട്രിക് വെഹിക്കിൾ ട്രാൻസിഷൻ ആണ്. ബജാജ് അതിന്റെ ഇലക്ട്രിക് ചേതക് വെച്ച് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്താണ് എന്ന് നോക്കാം. അതിന്റെ പ്രധാന പ്രോഫിറ്റ് എഞ്ചിൻ ഇപ്പോഴും IC എഞ്ചിൻ തന്നെയാണ്. EVകളിലേക്ക് മാറുന്നത് ഒരു ക്യാപിറ്റൽ ഇൻസെന്റീവ് ആണ്. ബാറ്ററികൾക്കായിട്ട് പുതിയ സപ്ലൈ ചെയിനുകൾ, വലിയ R&D ചെലവുകൾ, ഫാക്ടറിയിലെ റീടൂൾ ചെയ്യൽ, ഇവയെല്ലാം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം പ്രോഫിറ്റ് മാർജിനുകളിൽ ഒരു വലിയ കുറവുണ്ടാക്കിയേക്കാം. ബജാജ് അതിന്റെ EV പോർട്ട്ഫോളിയോയെ ഡബിൾ ഡിജിറ്റ് മാർജിനിലേക്ക് എത്തിക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടമാണെങ്കിലും കുറച്ചു കാലം മുമ്പ് വരെ ഒരു ഡീപ്പ് റെഡിൽ ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടുള്ള ഒരു വലിയ കഠിനമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ EV സ്പേസിലെ കോമ്പറ്റീഷൻ വളരെ ശക്തമാണ്. പോരാത്തതിന് ഇപ്പോൾ റെഗുലേറ്ററി പ്രഷറും ഒക്കെ കൂടി വരികയാണ്. ഉദാഹരണത്തിന് പുതിയ ഡൽഹി EV പോളിസി 2.0, അതായത് 2026 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പോളിസി IC 2 വീലർ രജിസ്ട്രേഷനുകൾ 2026 ഏപ്രിലോടെ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ കനത്ത ഡെഡ് ലൈനുകളും വയ്ക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള പോളിസികൾ വരികയാണെങ്കിൽ
ചില അനലിസ്റ്റുകൾ ഭയപ്പെടുന്നത് പോലെ തന്നെ ബജാജ് പോലെയുള്ള ലെഗസി കമ്പനികളെ അവരുടെ പ്ലാനുകൾ വേഗത്തിലാക്കാൻ നിർബന്ധിതരാക്കും. അത് അവരുടെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഈ ഒരു IC എഞ്ചിൻ ബിസിനസ് നടത്തുന്നതിനൊപ്പം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ EV ലോകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന വലിയൊരു വെല്ലുവിളി അവർക്ക് മുന്നിലുണ്ടാവും. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഇത്തരത്തിൽ പെട്ടെന്നൊരു ട്രാൻസാക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ കമ്പനിക്ക് അത് വലിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നേക്കും. ചാർട്ടുകളിലൂടെ നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽസ് സൂചിപ്പിക്കുന്നത് ചാർട്ടുകൾ സ്ഥിരീകരിക്കാറാണ് പതിവ്. ബജാജ് ഓട്ടോയുടെ കാര്യത്തിൽ ഒരു ക്ഷീണത്തിന്റെ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും ചാർട്ടിൽ കാണാനുണ്ട്. ഒരു ശക്തമായിട്ടുള്ള റാലിക്ക് ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു മൊമെന്റമാണ്. എന്നാൽ സ്റ്റോക്ക് ഒരു പുതിയ ഹൈകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബൈയിങ് പ്രഷർ കുറയുകയാണ് എന്നതിന്റെ സൂചനയാണ്. ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ടെക്നിക്കൽ വാർണിംഗ് എന്നത് 50-day SMA പോലെയുള്ള പ്രധാന മൂവിംഗ് ആവറേജിന് താഴേക്ക് BCC മൂവ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പോയിന്റിലെ ആ ഒരു റിസ്ക് റിവാർഡ് പുതിയൊരു ഇൻവെസ്റ്റ്മെന്റിന് അത്ര ഫേവറബിൾ അല്ല എന്നുകൂടി നമുക്കിവിടെ പറഞ്ഞു വെക്കാൻ കഴിയും. അപ്പൊ ബജാജ് ഓട്ടോ താൽക്കാലികമായിട്ട് നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെയിൽ വിൻഡ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു മൂവ്മെന്റ് സ്റ്റോക്കിന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ഡിസിഷൻ മാറ്റി നമുക്ക് വീണ്ടും സ്റ്റോക്കിനെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തൽക്കാലം നമ്മളുടെ അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കുകയാണ് TCS. ഇന്ത്യൻ IT സെക്ടറിന്റെ കിരീടം വെക്കാത്ത രാജാവാണ് TCS. എണ്ണമറ്റ ഇൻവെസ്റ്റേഴ്സും ഒരു കോർ ഹോൾഡിങ്ങും വലിയ സമ്പത്ത് സൃഷ്ടിച്ച ഒരു ഭീമൻ കമ്പനിയാണ് TCS. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് താൽക്കാലികമായിട്ട് നമ്മൾ TCSനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നതിലേക്ക് നമ്മൾ എത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം ഒരു ഡൗട്ട് ഉണ്ടാവും. ഈ അടുത്ത ദിവസമാണ് TCSന്റെ Q1 റിസൾട്ട് വന്നത്. വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കാണാനും കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ഇവിടെ ഉരുത്തിരിയുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റോക്കിനെ താൽക്കാലികമായിട്ട് നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നു എന്നുകൂടി ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. അപ്പൊ തീർച്ചയായിട്ടും ആ സ്റ്റോക്കിനെ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഒരു കാര്യം വളരെ വ്യക്തമാണ്, TCS ഒരു മോശം കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ അത് ഇൻഡസ്ട്രിയിൽ അകമാനം ഒരു വല്ലാത്തൊരു കൊടുങ്കാറ്റ് നേരിടുകയാണ്. TCS പോലെ ഒരു വലിയ കപ്പലിന് പോലും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയാത്ത വളരെ പ്രധാനമായിട്ടുള്ള ഗ്ലോബൽ IT സ്പെൻഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള വലിയ സ്ലോ ഡൗൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളായിട്ട് ഗ്രോത്ത് ഫോർകാസ്റ്റുകൾ ഒട്ടും മെച്ചമല്ല. ഒരു പാറ്റേണും നോർത്ത് അമേരിക്കയും യൂറോപ്പിലെയും ക്ലയന്റുകൾ ടെക് സ്പെൻഡിംഗ് കൂട്ടുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇത് TCSന്റെ മാത്രം പ്രശ്നമല്ല, മൊത്തം സെക്ടറിനെയും ബാധിക്കുന്നുണ്ടോ. ഒരു വലിയ IT കമ്പനികളുടെ റവന്യൂ ഗ്രോത്ത് കുറഞ്ഞു വരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സംസാരവും വളരെ കോൺഷ്യസ് ആയിരുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ ഒരു കോൺസ്റ്റന്റ് കറൻസി അടിസ്ഥാനത്തിൽ TCSന്റെ റവന്യൂ ഗ്രോത്ത് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത്. എന്നാൽ 2026 രൂപയുടെ മൂല്യം കുറഞ്ഞത് ഏർണിംഗ്സ് വർദ്ധിപ്പിക്കാൻ സാധ്യത ഉണ്ടാക്കിയെങ്കിലും അടിസ്ഥാന ഡിമാൻഡ് ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് കമ്പനിക്ക് തുടരുകയാണ്. ഫിനാൻഷ്യൽ 27ലേക്ക് ഒരു ശക്തമായിട്ടുള്ള ഓർഡർ ബുക്കുമായിട്ട് കമ്പനി എത്തുന്നുണ്ട്. ആ ഡീലുകൾ റവന്യൂ ആക്കി മാറ്റാൻ കമ്പനി ട്രൈ ചെയ്യുന്നുണ്ട്. ജൂലൈ 9 വന്ന Q1 റിസൾട്ടിൽ 13,349 കോടിയുടെ നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ 72,275 കോടിയുടെ റവന്യൂ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 2.2% റവന്യൂ ഇൻക്രീസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞതാണ്. ഓപ്പറേറ്റിംഗും നെറ്റ് മാർജിനും ഏതാണ്ട് 24%, 19% ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും സ്റ്റോക്കിൽ ടേൺ അറൗണ്ട് സ്റ്റോറി വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും വലിയ ഓർഡറുകൾ റവന്യൂ ആക്കി മാറ്റാൻ കമ്പനിക്ക് ഇപ്പോൾ കഴിയുമോ എന്നത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വലിയ ലോങ് ടേം ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഷോർട്ട് ടേമിൽ നിലവിലുള്ള IT കോൺട്രാക്ടുകളിൽ വലിയ പ്രൈസിംഗ് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു റവന്യൂ ക്രൈസിസിന്റെ കാരണം. TCS പോലുള്ള കമ്പനികൾ ഈ ഒരു ക്ലയന്റ് എക്സ്പെക്ടേഷനിടയിൽ എയുടെ ആ ഒരു കപ്പാസിറ്റിയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിനുകളെ കംപ്രസ് ചെയ്യാൻ സാധ്യതയുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബാലൻസിങ് ആക്ട് ആയിട്ട് ഇതിനെ നമുക്ക് കാണേണ്ടിയും വരും. അപ്പോൾ വളർച്ച കുറവാണെങ്കിലും ഗ്ലോബൽ കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ TCS പലപ്പോഴും പ്രീമിയം വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. വളർച്ച സിംഗിൾ ഡിജിറ്റ് ആയിരിക്കുമ്പോൾ ഈ ഒരു പ്രീമിയം വാല്യുവേഷൻ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബാധ്യത തന്നെയാണ്. അപ്പോൾ ഇനി ടെക്നിക്കൽ ചാർട്ടുകൾ കൂടി ഒന്ന് നമുക്ക് പരിശോധിച്ചു പോകാം. 2026 ജൂലൈ ആദ്യവാരം ഈ വർഷം നിഫ്റ്റി ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TCSന് ഒരു സിഗ്നിഫിക്കന്റ് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പ്രധാന ബെയറിഷ് സിഗ്നൽ എന്നത് സ്റ്റോക്ക് അതിന്റെ 200-day സിമ്പിൾ മൂവിംഗ് ആവറേജിന് താഴെ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ലോങ് ടൈം അപ് ട്രെൻഡിനും ഡൗൺ ട്രെൻഡിനും ഇടയിലുള്ള ഒരു ലൈൻ ആയിട്ടാണ് കാണുന്നത്. 2026 ജൂലൈയിലെ സമീപകാല ഡേറ്റ കാണിക്കുന്നത് TCS ഈ ഒരു പ്രധാന മൂവിംഗ് ആവറേജിന് വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ലോങ് ടൈം മൊമെന്റം ബുള്ളുകളിൽ നിന്ന് മാറി എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ കൂടി ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു റിസ്ക് ആണ് ഈ ഒരു സമയത്ത് നമ്മൾ TCSൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് TCSും നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്.
ഇനി നമുക്ക് മൂന്നാമത്തെ റെഡ് ഫ്ലാഗ് ഉള്ള ആ ഒരു സ്റ്റോക്കിലേക്ക് വരാം, സൺ ഫാർമ. ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെ ഒരു ഭീമനാണ് സൺ ഫാർമ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുന്ന് നിർമ്മാതാവ് എന്ന നിലയിൽ ഇതിന് മാർക്കറ്റിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനവും മികച്ച ട്രാക്ക് റെക്കോർഡും ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് കേസ് നിലവിൽ രണ്ട് റിസ്കുകളുടെ നിഴലിലാണ് ഉള്ളത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കൃത്യമായിട്ട് അത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അമേരിക്കയിൽ നിന്നുള്ള റെഗുലേറ്ററി ആക്ഷന്റെ നിരന്തരമായിട്ടുള്ള ഭീഷണിയും അടുത്ത പ്രൈസിംഗ് പ്രഷറുമാണ് ഈ രണ്ട് പ്രോബ്ലങ്ങൾ. ഏതൊരു ഇന്ത്യൻ ഫാർമ കമ്പനിക്കുമുള്ള ഏറ്റവും വലിയ റിസ്കിൽ നിന്ന് തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കി തുടങ്ങാം. USFDA സൺ ഫാർമയ്ക്ക് അതിന്റെ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം ലഭിക്കുന്നത് US മാർക്കറ്റിൽ നിന്നാണ്. അവിടെ വലിയ കർശനമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളാണുള്ളത്. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ സൺ ഫാർമ ഉൾപ്പെടെയുള്ള പല ഇന്ത്യൻ ഫാർമ കമ്പനികളും FDA വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകുന്നുണ്ട്. FDA ഇൻസ്പെക്ഷൻ ഒരു വാർണിംഗ് ലെറ്ററിലോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആക്ഷൻ ക്ലാസിഫിക്കേഷനിലോ എത്തുന്നത് തീർച്ചയായിട്ടും കമ്പനിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇത് ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്ന ഇമ്പോർട്ട് അലേർട്ടുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റും അതേ തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകളോട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ കാരണം തന്നെ അതിന്റെ ഹലോൾ ഫെസിലിറ്റിക്ക് 2025 സെപ്റ്റംബറിൽ ഒരു OAA ക്ലാസിഫിക്കേഷനും ഒരു ഇമ്പോർട്ട് അലേർട്ടും നേരിടേണ്ടി വന്നു. കമ്പനി അതിന്റെ മൊഹാലി, ദാദ്ര ഫെസിലിറ്റികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൺ ഫാർമയുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ നിരവധി പ്ലാന്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു പ്രോബ്ലം വന്നാൽ അത് ഇൻവെസ്റ്റേഴ്സിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാളായിട്ട് തൂങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഒരു പ്രൈസിംഗ് പ്രഷറാണ്. US ജനറിക് മാർക്കറ്റിൽ മത്സരം വളരെ കടുത്തതാണ്. പ്രൈസ് ഇറോഷനിലേക്ക് നയിക്കാൻ ഇത് കാരണമായേക്കും. അതിനുപരി US മരുന്ന് വില കുറയ്ക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. 2026 ഏപ്രിൽ US ആസ്ഥാനമായിട്ടുള്ള നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇറക്കുമതി ചെയ്യുന്ന പേറ്റന്റഡ് മരുന്നുകൾക്ക് 100% വരെ പുതിയ താരിഫ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ശക്തിയായിട്ടുള്ള ജനറിക് മരുന്നുകൾക്ക് നിലവിൽ ഇളവുണ്ടാക്കി. ഈ ഒരു ഇളവ് പുനഃപരിശോധനയ്ക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന മറ്റൊരു വാളാണ് ഈ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ഒരു ടെക്നിക്കൽ കാഴ്ചപ്പാടിൽ അത്തരം അനിശ്ചിതത്വങ്ങൾ നേരിടുന്ന സ്റ്റോക്കിന് വളരെ ആശങ്കാജനകമായിട്ടുള്ള പാറ്റേണുകൾ കാണിക്കാൻ കഴിയും. ഉദാഹരണത്തിന് സൺ ഫാർമയുടെ ചില ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ നിലവിൽ ബെയറിഷ് അല്ലെങ്കിൽ ന്യൂട്രലാണ്. ഇത് സ്റ്റോക്ക് അതിന്റെ ഹൈകൾക്ക് അടുത്ത് ട്രേഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഷോർട്ട് ടേം മൊമെന്റം വളരെ ദുർബലമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പാറ്റേൺ നെഗറ്റീവ് ഡൈവേർജൻസ് ആണ്. അതായത് സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുമ്പോഴും RSI പോലെയുള്ള മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ഉയരാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റിവേഴ്സൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിന്റെ വലിയ സൂചനകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ വീക്ക്നസുകളുടെ FDA ആക്ഷനുകളുടെയും പോളിസി മാറ്റങ്ങളുടെയും വളരെ പ്രവചനാതീതമായിട്ടുള്ള റിസ്കുകളുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കേസ് വളരെ വെല്ലുവിളി നിറഞ്ഞാകുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൺ ഫാർമയെ താൽക്കാലികമായിട്ട് നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ബജാജ് ഓട്ടോയുടെ കാര്യത്തിൽ കാണുന്ന റിസ്കുകൾ അതിന്റെ വാല്യുവേഷനും EV ട്രാൻസിഷന്റെ വെല്ലുവിളികളുമാണ്. TCSനാവട്ടെ അത് വളർച്ചയെ മന്ദഗതിയിലാക്കുന്ന സെക്ടർ വൈഡ് ഹെഡ്വിൻഡുകളാണ്. അതുപോലെ തന്നെ സൺ ഫാർമയുടെ കാര്യത്തിൽ US റെഗുലേറ്ററി നടപടികളും അതുപോലെ തന്നെ പ്രൈസിംഗ് പ്രഷറിന്റെയും ഇരട്ട പ്രഹരമാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലുള്ള സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഡിസിഷൻ. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്സിന് കൂടി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ആക്റ്റീവായിട്ട് ഒഴിവാക്കുന്നുണ്ടോ, ബജാജ്, TCS അല്ലെങ്കിൽ സൺ ഫാർമയെ കുറിച്ചിട്ടുള്ള ഈ ഒരു അനാലിസിസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും ഈ അനാലിസിസ് നല്ല കമ്പനികളെ വിമർശിക്കാനല്ല, ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യങ്ങൾ അനുസരിച്ച് സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സംരക്ഷിക്കുക എന്ന പ്രൈം പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ അനാലിസിസ് വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.